NIAക്ക് ഒരു തിരിച്ചടിയാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിലെ ഏതാണ്ട് 17 പേർക്ക് ആ ശ്രീനിവാസൻ വധക്കേസിലെ ഉൾപ്പെടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം കേസിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ആ കേസിൽ അത്ര വലിയ കുറ്റം ചെയ്യാത്ത ആൾക്കാർ, അപ്രധാന പ്രതികളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആവും സ്വാഭാവികമായിട്ടും വിചാരണ സമയത്തൊക്കെ ജാമ്യം കിട്ടുന്നത്. ഇനി എന്താണ് ആ കേസിന് സംഭവിച്ചതെന്ന് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. എന്നിരുന്നാലും ജാമ്യം കിട്ടുക, ഒരു കേസിൽ ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് അന്വേഷണ ഏജൻസിയുടെ തിരിച്ചടിയാണെന്ന് ഒരിക്കലും പറയുവാനായിട്ട്, അന്വേഷണ ഏജൻസിക്ക് തിരിച്ചടിയാണെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കുകയില്ല. അതിപ്പോ ഈ ശ്രീനിവാസൻ വധക്കേസ് കൂടെ ആ കേസിനെ അതിനോട് മെർജ് ചെയ്താണ് അവർ അന്വേഷിച്ചിരിക്കുന്നത്. അതെ, എന്നെ ഒരു കേസ് എടുത്തിട്ട് അതിനോടൊപ്പം മറ്റു കേസുകളും കൂടി ചേർത്താണ് അന്വേഷണം നടത്തിയിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴിപ്പോ ഒരു സംഘടനയെ നിരോധിച്ചതും ഇതുമായി ബന്ധമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം നിരോധനം ആ സംഘടനയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ആ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും നിരോധനമൊക്കെ ഒരു സംഘടനയ്ക്കെതിരെ ഉണ്ടാവുക. NIA പോലുള്ള ഒരു അന്വേഷണ ഏജൻസി വെറുതെ കുറ്റം ചാർത്തുകയോ വെറുതെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ എന്തായാലും ചെയ്യുകയില്ല. ബോധപരമായിട്ടുള്ള തെളിവുകൾ നിരവധി ഉണ്ടാകാനാണ് സാധ്യത. അതിൽ തന്നെ ഒട്ടനവധി പ്രധാന പ്രതികളുണ്ട്, പ്രധാന വ്യക്തികളായിട്ടുള്ള, നമ്മുടെ സമൂഹത്തിൽ വളരെ മാന്യമായിട്ടുള്ള മാന്യതയുടെ അതെ ഒരു മൗലവി അടക്കമുള്ള ജാമ്യം കിട്ടിയിട്ടുമില്ല. അപ്പോഴങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ജാമ്യം കിട്ടിയിട്ടുമില്ല. ഇത് കുറച്ച് ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയം, കേരള ഘടകം NIA ആണ് ഈ അന്വേഷിച്ച കേസാണ് ഈ കേസ്. അവരാണ് ഇത് ഹൈക്കോടതിയിൽ കേസിന്റെ ഇതിലേക്ക് വന്നിട്ട് അവസാനം ഇപ്പൊ അവർക്ക് ജാമ്യം വന്നിരിക്കുന്നത്. അതിലൊരു രാഷ്ട്രീയമൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? അല്ല, അതൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം NIA ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാലും കേരള പോലീസിലും ഒക്കെ രാജ്യദ്രോഹ കുറ്റമാണ് ആൾക്കാരൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരായിട്ട് മാറുന്നത്. അവരങ്ങനെ കാണിക്കും. രാജ്യദ്രോഹപരമായിട്ടുള്ള നിലപാടുകൾ വെള്ളപൂശാനായിട്ടുള്ള ശ്രമം നടത്തുമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. അത് എന്താണ് അതിന്റെ കാര്യത്തിൽ സംഭവിച്ചത്? നിരോധിക്കപ്പെട്ട രാഷ്ട്രീയ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിലെ ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തവരൊക്കെ ജാമ്യം കിട്ടുമ്പോൾ അത് മറ്റൊരർത്ഥത്തിൽ അത്തരത്തിലുള്ള വേറെ സംഘടനകൾക്ക് എന്ത് തരത്തിലുള്ള ഒരു ഇതായിരിക്കും നമ്മുടെ കേരളത്തിൽ? അല്ല, ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടു എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ കാണേണ്ടത്. നിരീക്ഷണത്തിലായിരിക്കണം എന്നൊക്കെ തന്നെ ഇതെല്ലാം ഒരു മൊബൈലിൽ തന്നെ നമ്പറിൽ തന്നെ കിട്ടണം. കർശനമായ ഇപ്പം മാധ്യമ വാർത്ത ശരിയാണെങ്കിൽ കർശനമായ വ്യവസ്ഥകൾക്ക് അടിസ്ഥാനത്തിൽ അവരുടെ ലൊക്കേഷൻ തന്നെ ഏത് സമയവും ആയി കിടക്കണം എന്നുള്ള രീതിയിൽ വരെയാണ് വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ സംശയിക്കാൻ ഇത്രയും പറഞ്ഞ് അല്ല, ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം പ്രതികളെ ശിക്ഷിച്ചാൽ തന്നെ നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ വിട്ടയക്കുമല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക കാലയളവ് കഴിയുമ്പോൾ ജാമ്യം കിട്ടുന്നു. അത് നിയമത്തിന്റെ ചില നൂലാമാലകൾ അല്ലെങ്കിൽ നിയമത്തിന്റെ ചില ലൂപ്പ് ഹോൾ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ചതാകാം. കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാലേ അല്ലെങ്കിൽ ആഴത്തിൽ പഠിച്ചാലേ അതെ അതെ മാധ്യമ വാർത്തയെ നമുക്ക് അറിവായിട്ടുള്ളൂ. അതുകൊണ്ട് ഉച്ചയ്ക്ക് മുന്നെയാണ് അത് വന്നിരിക്കുന്നത്. അതെ, കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയാനും നിരോധിക്കപ്പെട്ട ഈ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു രാജ്യദ്രോഹത്തിന് സ്വാഭാവികമായിട്ട് ജനങ്ങളിൽ അത് ആശങ്ക ഉണ്ടാക്കും. രാജ്യദ്രോഹ കുറ്റത്തിന് കുറ്റം ചുമത്തപ്പെട്ടിട്ട് അവരിൽ ചിലർ മാന്യതയുടെ ഇത് ചാർത്തിയിട്ട് അവരെ വിട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു മൗലവിയുടെ കാര്യം വരെ പറഞ്ഞു, അദ്ദേഹം ഉൾപ്പെടെ വേറെ കുറച്ച് പേരെ വിട്ടിട്ടില്ല. അപ്പോ ഇത് നമ്മള് നേരത്തെ അത്രയും അലർട്ടായിരുന്നിട്ട് പോലും ഈ സംഘടന ഇത്രയും തീവ്രവാദ പ്രവർത്തനം കാണിക്കുമ്പോൾ ഇവരിപ്പോ ഈ പുറത്തു വിടുന്നത് രാജ്യസുരക്ഷയെ തന്നെ ജാമ്യം കിട്ടുന്നു. അതെ, ജാമ്യം കിട്ടുന്നു എന്ന് പറയുമ്പോൾ സമാധാനകാംക്ഷികളായ ആൾക്കാർക്ക് ഒരു ഉത്കണ്ഠ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് വെറുതെ വിടുന്നതല്ല. സ്വാഭാവികമായിട്ടും മറ്റ് നിയമ നടപടികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലല്ലേ വരുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലെന്ന് പറഞ്ഞാല് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പാർട്ടിയുടെ നിയമമാണ്. ആ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. കേന്ദ്രത്തിലെ പ്രതിരോധ വകുപ്പിന്റെ കീഴിൽ പ്രതിരോധ വകുപ്പല്ല, ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് വരുന്നത്. ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഇപ്പൊ മോഡി ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള സർവ്വസ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോ ഇപ്പം ഈ പരീക്ഷാ വിവാദം, ആ പരീക്ഷാ വിവാദം എടുത്ത് നോക്കിയാൽ
അതിനെക്കുറിച്ച് പറയുന്നത് തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, അതിൽ ഒരു രാഷ്ട്രീയ ഇടപെടലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയടക്കം ഉണ്ടായതെന്നാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് സുതാര്യത വരുത്തേണ്ട കാര്യമൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കുറച്ച് രാഷ്ട്രീയ ഇടപെടലുകൾ വേണം. നമ്മുടെ നാടിന്റെ ഒരു സംവിധാനം ആ രീതിയിലായിപ്പോയി. ഇനി അതിനെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളും അത്യാവശ്യമാണ്. എങ്കിലും ഒരു ഭരണത്തലവൻ ആവുള്ളൂ. ഉദ്യോഗസ്ഥരെ ഇങ്ങനെ വിട്ടാൽ അതും ഒരു പരിധി വരെ. ഉദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു നിലപാടും ശരിയല്ല. അതിലൊരു രാഷ്ട്രീയമായിട്ടുള്ള ബ്യൂറോക്രസിയുടെ ശരിക്കുള്ള ഒരു അതെ രാഷ്ട്രീയമായ ഒരു മേൽനോട്ടവും രാഷ്ട്രീയമായ ഒരു ഇടപെടലും കൂടി അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ഗൗരവത്തിൽ പറയുന്നതല്ല. ഈ ഇത്രയും സുതാര്യമായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഈ രീതിയിൽ വീഴ്ചകൾ പർവ്വതീകരിച്ച് കാണുമ്പോൾ, ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്യുന്നത്, പക്ഷേ അത് സർക്കാരിന്റെ വലിയ വീഴ്ചയായിട്ട് വിലയിരുത്തപ്പെടുന്നു. ഇപ്പൊ കേരളത്തിലൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളാണ് എല്ലാ രംഗത്തും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നത്. അതേപോലെ അല്ല കേന്ദ്ര സർക്കാരിന്റെ ഒരു ഭരണ രീതി എന്ന് പറയുന്നത്, ഭരണശൈലി എന്ന് പറയുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഒരുപക്ഷെ അത് ബോധ്യം ഉണ്ടാവും. പക്ഷെ അതായിരിക്കോ ഒരുപക്ഷെ അപകടം ചെയ്യുന്നത് എന്നുള്ളൊരു ആശങ്കയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് സ്വകാര്യമായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ കുറച്ച് ഇടപെടൽ അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് പോലൊരു സംഘടനയെ നിരോധിക്കാനുള്ള ഒരു ധൈര്യം കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയല്ല. അല്ല, അത് ധൈര്യത്തിന്റെ പ്രശ്നമല്ല. അത് അത്രത്തോളം ആ സംഘടനയുടെ പ്രവർത്തനം വളരെ ഏറെ നാൾ നിരീക്ഷിച്ചതിന് ശേഷം തന്നെയാണ്. അത്രയും വലിയ വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആകും നിരോധിച്ചിട്ടുള്ളത്. അത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒരു വലിയ വിജയം. അതെ, വലിയ വിജയം എന്ന് പറഞ്ഞാല് ഇത് ഈ നമ്മുടെ നാട്ടില് അനാവശ്യമായ രീതിയിൽ ഭീതി ജനിപ്പിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും ഇങ്ങനെയുള്ള ഒരു നിലപാടെടുത്തത്. അത് സർക്കാരിന്റെ ധൈര്യമെന്നോ നരേന്ദ്രമോദിയുടെ ധൈര്യമെന്നോ BJPയുടെ ധൈര്യമെന്നോ പറയുന്നതിനേക്കാളും നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ അടിച്ചമർത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് എല്ലാ സംവിധാനങ്ങൾക്കും, എല്ലാ ഈ പ്രതിലോമ ശക്തികളായിട്ടുള്ള നാട്ടിൽ വിധ്വംസക പ്രവർത്തനം നടത്തുന്ന എല്ലാ ശക്തികൾക്കും ഉള്ള ഒരു മുന്നറിയിപ്പായിട്ടായിരിക്കാം ഈ നിരോധനത്തെ നാം നോക്കി കാണേണ്ടത്. എന്തായാലും അത് അത്തരത്തിൽ ഒരു പോപ്പുലർ ഫ്രണ്ട് എന്നൊരു പേര് നിരോധിച്ചു എന്നിരിക്കലും മറ്റു പേരിലും ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരും. നിശബ്ദ പ്രവർത്തനം ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു വയ്ക്കേണ്ടി വരും. നമ്മുടെയൊക്കെ ഭരണാധികാരികൾ അതിന് വേണ്ടുന്ന ഒത്താശ നമ്മുടെ സംസ്ഥാനത്തടക്കം അതിനെല്ലാ തരത്തിലും ചെയ്തു കൊടുക്കുന്നുമുണ്ട്. അത് നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാനായിട്ട് പറ്റില്ല. എന്തായാലും അവരെല്ലാം തന്നെ ശക്തമായ ഒരു റഡാറിൻ കീഴിൽ തന്നെ ആണ് എന്ന് നമുക്ക് പിന്നെ ഉറപ്പിച്ച് തന്നെ പറയാം. അല്ല, ആ ഒരു ഭയം ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പോപ്പുലർ ഫ്രണ്ട് എന്നോട് എന്തെല്ലാം ഇപ്പൊ ഒന്നും എത്രയോ പെൺകുട്ടികളെ മതം മാറി കൊണ്ടുപോയി. ആലപ്പുഴയല്ല, എറണാകുളത്തിനടുത്തൊക്കെ തന്നെ ആ കുട്ടി അഖില എന്ന പിന്നെ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന അഖിലയെ മതം മാറ്റി കൊണ്ടുപോയി അതിനുവേണ്ടി അവർ കേസ് വാദിച്ചതും എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തിയത്. എന്തായാലും ഈ ഒരു ജാമ്യം അനുവദിക്കൽ അത് കേരള ഘടകം പിന്നെ NIA കൊടുത്ത അതായിക്കോട്ടെ അല്ലെങ്കിൽ ആകാതിരിക്കട്ടെ, എന്നാണെങ്കിൽ തന്നെയും ഇവരെല്ലാം തന്നെ ശക്തമായ നിരീക്ഷണത്തിൽ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം. മറ്റൊരു തരത്തിൽ നമ്മളെ പേടിക്കേണ്ട വസ്തുതയും ഇതിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനെ തന്നെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിച്ച് അതിന് വേണ്ട രാജ്യസുരക്ഷ രാജ്യസുരക്ഷയ്ക്ക് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.